സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഭക്തരുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നവളും വരദായിനിയുമായ സരസ്വതി, അവിടത്തേക്ക് നമസ്കാരം. ഞാൻ വിദ്യാരംഭം ചെയ്യട്ടെ. എല്ലായ്പ്പോഴും എനിക്ക് വൈദഗ്ധ്യം നൽകണമേ. നമ്മൾ നവരാത്രി വ്രതം അനുഷ്ഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലേ. ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ഈ നവരാത്രി വ്രതം അനുഷ്ഠിക്കുമ്പോൾ എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ് മനസ്സുകൊണ്ട്. ഈ ഒരു നവരാത്രി കാലം നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. വ്രതമനുഷ്ഠിക്കാനുള്ള കാര്യങ്ങളും എന്തിനാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ അപ്ലോഡ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ പോവുകയാണ്. നവരാത്രി 9 ദിവസം നമ്മൾ ദേവീ പൂജയ്ക്കായി, ദേവീ സങ്കല്പത്തിനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് അല്ലേ. ആദിപരാശക്തിയുടെ വ്യത്യസ്ത ഭാവങ്ങളെ, 9 ഭാവങ്ങളെ നമ്മൾ 9 രാത്രികളിലായിട്ട് ആരാധിക്കുന്നതാണ് നവരാത്രി. എന്താണ് നവരാത്രി സങ്കല്പം? അജ്ഞാനത്തിൻ്റെ മേലെ ജ്ഞാനത്തിൻ്റെ വിജയം. അജ്ഞാനത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ ജ്ഞാനം കൊണ്ട് മറികടക്കുന്നതാണ് നവരാത്രി കാലം എന്ന് പറയും. നെഗറ്റീവ് എനർജിയുടെ മേൽ പോസിറ്റീവ് എനർജിയുടെ വിജയം, അതാണ് നവരാത്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രാത്രികൾക്ക് മാത്രം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 9 ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം ഈ 9 രാത്രികൾ എന്ന് പറയുന്നത് അതിശക്തനായ അസുരൻ മഹിഷാസുരനോട് ദേവി ഭഗവതി യുദ്ധം ചെയ്തു. അതായത് ആരെക്കൊണ്ടും, ഏത് ദേവീദേവന്മാരെ കൊണ്ടും വധിക്കാൻ സാധിക്കാത്ത മഹാ അസുരനായിരുന്നു മഹിഷാസുരൻ. ഈ അസുരനെ ഭഗവതി യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ദിനങ്ങളാണ് ഈ 9 രാത്രികൾ. ഈ 9 രാത്രികൾ പോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ മഹിഷാസുരനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയാണ് കാമക്രോധ മതമാത്സര്യ ചിന്തകൾ. ഈ അസുരനെ നമ്മൾ ഇതുപോലെ ഇല്ലായ്മ ചെയ്യണം എന്നതാണ് ഈ നവരാത്രി വ്രതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു 2024 വ്രതം എന്ന് പറയുന്നത് ഒക്ടോബർ 3 മുതൽ നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ്. വ്രതം എടുക്കുന്നത് കന്നിമാസത്തിലെ അമാവാസിക്ക് ശേഷമാണ്. ഇനി എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടത്, വ്രതം അനുഷ്ഠിക്കേണ്ടത്? സാധാരണ 9 ദിവസങ്ങളിലായിട്ട് വ്രതം എടുക്കുന്നുണ്ട്. ആ 9 ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ അത്യുത്തമമാണ്. ദേവീക്ഷേത്ര ദർശനമാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി നിങ്ങൾക്ക് അടുത്ത ദേവീക്ഷേത്രം ലഭ്യമല്ല എങ്കിൽ ഏത് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയാലും വളരെ ഉത്തമമാണ്. ഇനി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ദേവീ പ്രാർത്ഥന നടത്താവുന്നതാണ്. ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ദേവീ മഹാത്മ്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. മനസ്സുകൊണ്ടും വ്രതമെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ വ്രതമെടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ പല സ്ഥലങ്ങളിലും ഡിഫറെൻറ്റ് രീതിയിലാണ് വ്രതമെടുത്ത് കണ്ടുവരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ ഒരു പ്രാവശ്യം മാത്രം അരി ആഹാരം ഭക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ്. അതിൽ ദേവി കോപിക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും, ഇങ്ങനെയൊന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യാസമായിരിക്കും, അതനുസരിച്ച് നിങ്ങൾക്ക് വ്രതമെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് 9 ദിവസം എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവസാനത്തെ 3 ദിവസം നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാൻ പറ്റുന്നതാണ്. സപ്തമി, അഷ്ടമി, നവമി ദിവസങ്ങളിൽ നിങ്ങൾക്ക് വ്രതം നോക്കാം. മഹാകാളി, മഹാലക്ഷ്മി, സരസ്വതി എന്നീ ദേവതകളെയാണ് ഈ ദിവസങ്ങളിൽ പൂജിക്കുന്നത് അല്ലെങ്കിൽ സങ്കല്പത്തിൽ വയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് 9 ദിവസം പറ്റുന്നില്ല എങ്കിൽ 7, 5, 3 ദിവസങ്ങളിൽ വ്രതമെടുക്കാവുന്നതാണ്. 9 ദിവസം വിട്ടുപോയെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും വരാനൊന്നുമില്ല. മനസ്സിലാണ് സങ്കല്പം, മനസ്സുകൊണ്ട് നിങ്ങൾക്ക് പൂജയെടുക്കാം. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ദേവീ പ്രാർത്ഥന, ദേവീ പൂജ ഒക്കെ നടത്താം. അതിലൊന്നും യാതൊരു തെറ്റും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിലവിളക്ക് കൊളുത്തി നിങ്ങൾക്ക് ദേവീ സ്തുതികൾ
ജപിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കഥവാ പീരീഡ്സിൻ്റെ സമയം ആർത്തവ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ദേവീ സങ്കല്പം, ദേവി സ്തോത്രങ്ങൾ മനസ്സുകൊണ്ട് ജപിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള സ്തുതികൾ കേൾക്കാവുന്നതാണ്. അതിലൊന്നും യാതൊരു ദോഷവും ഇല്ല കേട്ടോ. എങ്കിലും 9 ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വ്രതമനുഷ്ഠിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ കൂടുതൽ പഠിത്തം ഉണ്ടാവും, കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് പോകാനും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുഷ്ഠിക്കും. മുതിർന്നവർക്കും തീർച്ചയായിട്ടും വ്രതമനുഷ്ഠിക്കാവുന്നതാണ്. മോക്ഷപ്രാപ്തിക്കും ദാരിദ്ര്യ വിനാശനത്തിനും സർവ്വ ഐശ്വര്യത്തിനും നവരാത്രി വ്രതം നിങ്ങളെ സഹായിക്കും. സർവ്വകാര്യസിദ്ധിക്കും വിജയത്തിനും നവരാത്രി വ്രതം നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. ഇത്തരം ദിവസങ്ങളിൽ മത്സ്യ മാംസ ഭക്ഷണം തീർച്ചയായിട്ടും കഴിക്കാതിരിക്കുക. ഓക്കെ. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ശരീരം വളരെയധികം ശുചിയായി സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമാണ് മനസ്സും ഈ 9 ദിവസങ്ങൾ 9 രാത്രികൾ മാത്രമല്ല പകലും വളരെ നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ട് നിറയ്ക്കുക. വേണ്ടാത്ത ദുഷിച്ച ചിന്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ദുഷിക്കുക, കുറ്റം പറയുക, എല്ലാത്തിലും ഒരുപാട് കുറ്റങ്ങൾ, മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാൻ ശ്രമിക്കുക. മനസ്സുകൊണ്ട് ഒരുപാട് നല്ല ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക. ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ലൈറ്റ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാൻ ശ്രമിക്കുക. ദേവി സംബന്ധമായിട്ടുള്ള മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് സഹായിക്കും. പറ്റാവുന്ന ദിവസങ്ങളിൽ ഞാൻ ഇത്തരം കാര്യങ്ങളുമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു 9 ദിവസങ്ങൾ നവരാത്രിക്കാലം, ഈ ഒരു 9 ദിവസങ്ങൾ മാത്രമല്ല, തുടർന്ന് നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ആ ഒരു ഡിവൈൻ ലൈറ്റ് അസുരൻ്റെ മേലെ, നമ്മുടെ മനസ്സാകുന്ന അസുരൻ്റെ മേലെ, മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാകുന്ന അസുരൻ്റെ മേലെ നമുക്ക് നന്മയുടെ വിജയം കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിവൈൻ ഫെമിനൈൻ പവറാണ് ദേവീ സങ്കല്പം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഡിവൈൻ ഫെമിനൈൻ പവറാണ്. ഈ ഒരു ഫെമിനൈൻ പവർ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ശക്തി നമ്മൾ ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇതാണ് ഈ ഒരു നവരാത്രി കാലത്ത് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്മകൾ നേരുന്നു.